നിങ്ങളെ എല്ലാവരും ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എനിക്ക് ഓണത്തിന് മുൻപ് പനി വന്നതാണ്. എൻ്റെ ചുമ ഇതുവരെ പൂർണ്ണമായിട്ട് വിട്ട് മാറിയിട്ടേ ഇല്ല. കുറച്ചു നേരം നമുക്ക് കാറിലിരിക്കാം. പേടിക്കണ്ട, അത് റിവേഴ്സ് ഗിയറിൻ്റെയാണ്. ഇപ്പോൾ അവിടെ കിടപ്പുണ്ട് കണ്ട. ഈ ഇങ്ങനെ പുതപ്പിനടി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരിക്ക്. ഹായ് സേബ. അമ്മ പോയ സങ്കടത്തിൽ ഇങ്ങനെ കിടക്കുക. 2 ദിവസം വലിയ കുഴപ്പമില്ല, നിങ്ങൾ കണ്ടാണല്ലോ വീഡിയോയിൽ. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും പുള്ളിക്കാരി ഒരു ഇനാക്റ്റീവ്നെസ് ആണിപ്പോൾ. നമ്മളൊക്കെ പറയും, ഞാൻ ഉൾപ്പെടെ, ഇതിപ്പോൾ ഇവ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് കേട്ടോ. അപ്പം ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത് ഈ പട്ടിക്ക് ഭയങ്കര സ്നേഹമാണ്, പൂച്ച പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് കേട്ടോ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവളെ കൊണ്ടും മറ്റും പോകുമ്പോഴും അല്ലെങ്കിൽ ഇവളെ കാണുമ്പോഴൊക്കെ എപ്പോഴും പറയും പട്ടിയാണ് നല്ലത്, പട്ടിയാണ് ബെസ്റ്റ്, പൂച്ചയ്ക്ക് അധികം സ്നേഹമൊന്നുമില്ല, പൂച്ച പട്ടിനെ പോലെ സ്നേഹിക്കത്തില്ല, പൂച്ചയ്ക്ക് നന്ദിയില്ലാത്ത ജീവനൊക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാവരും പറഞ്ഞേക്കാം. പക്ഷേ ഇപ്പം അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. എന്നോടല്ല, ഇവൾക്ക് അമ്മേനോട് ഭയങ്കര സ്നേഹമാണ്. ഇവരെന്തെങ്കിലും കുരുത്തമായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ വഴക്ക് പറഞ്ഞാൽ അവൾക്ക് അത്ര ഫീലിങ്സ് ഇല്ല. പക്ഷെ അമ്മ വഴക്ക് പറഞ്ഞാൽ അവൾ വേഗം പിണങ്ങിപ്പോയി മാറിയിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും വഴക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ കൊട്ടുമല്ലോ, അത് ഞാൻ കൊട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ അമ്മ കൊട്ടിയവൾക്ക് ഭയങ്കര വിഷമം. അതാണ്. അപ്പോൾ ശരിക്കും ഈ പൂച്ചകൾക്ക് സ്നേഹമുണ്ട് കേട്ടോ, നമുക്കത് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. എൻ്റെയും ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു പട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം, പൂച്ചയ്ക്കാണ് സ്നേഹിക്കാൻ അറിയില്ല എന്നുള്ളത്. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ എന്നുള്ളത് ഇവളെന്നെ പഠിപ്പിച്ചു. ഉച്ചയായി എന്നിട്ടും പുള്ളിക്കാരിക്കൊരു ഉസാറില്ല. ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാറ്. ഇനി കുറച്ച് കഴിയുമ്പോൾ കാറിക്കൊണ്ടിരുത്തണം. ഭക്ഷണം കഴിക്കാൻ സമയമായി, ഇനി ഭക്ഷണം കഴിക്കാൻ പോട്ടെ. അപ്പോൾ നമുക്ക് സെബേനെ കുറച്ച് നേരം കാറിക്കൊണ്ടിരുത്താം. നമുക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ്. എന്താടി മൂടുന്നേ? എന്താ പറ്റിയത്? എന്താണെന്നറിയില്ല, എന്തൊരു അസ്വസ്ഥതയുണ്ടെന്ന് തോന്നി. എന്തെങ്കിലും വയ്യാതായതാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാറിക്കൊണ്ടിരുത്താം കുറച്ച് നേരം കാറ് കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. എന്താ സഭ? അവിടെ മാറി, അവിടെ അവിടെ ഇരുന്നോ കേട്ടോ. കുറച്ചു നേരം നമുക്ക് കാറിലിരിക്കാം. പേടിക്കണ്ട, അത് റിവേഴ്സ് ഗിയറിൻ്റെയാണ്. പാട്ട് വേണ്ട. നോ. പാട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ക്രോസ് എന്ത് കാറിലാ നമ്മള്. അയ്യോ കാറിലാ. നമുക്ക് എന്താ പറ്റിയേ? എൻ്റെ മോക്ക് സുഖമില്ല. എൻ്റെ സുന്ദരിക്കുട്ടിക്ക് സുഖമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. തളർന്ന് നടന്നാൽ എങ്ങനെ ശരിയാവുന്നേ? ഉഷാറാവണ്ടേ നമുക്ക്? എൻ്റെ മോക്ക് അമ്മ പോയ വിഷമം ഇതുവരെ മാറിയില്ലേ? എൻ്റെ സുന്ദരിക്കുട്ടിക്ക് അമ്മ പോയ വിഷമം ഇതുവരെ മാറിയില്ലേ? അമ്മ വരുമല്ലേ ഇപ്പോൾ തന്നെ? അല്ലേ? ഇപ്പം നമുക്ക് 9 ദിവസമായി. അമ്മ ഇപ്പം പട്ടേന്ന് വരത്തില്ലേ? നമ്മൾ കാറിലാ സെബ, ഒന്ന് ഉഷാറായിക്കേ. ഇവിടെ ഇരുന്നോ. നീ ശരി ഇരിക്കാനുള്ള സ്ഥലമല്ലേ ഇത്? ഇരുന്നോ. എന്തോ ഒരു സുഖമില്ല നിനക്ക്, മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? ഹോസ്പിറ്റലിൽ പോകാട്ടോ നമുക്ക് നാളെ. അത് ശരിയാവൂല. നിനക്ക് വീണ്ടും ഇഞ്ചക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇഞ്ചക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. നിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇഞ്ചക്ഷൻ മേടിച്ചില്ല ഞാൻ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. എന്താ ഇത് പറയുന്നു?
നിങ്ങളെ എല്ലാവരും ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എനിക്ക് ഓണത്തിന് മുൻപ് പനി വന്നതാണ്. എൻ്റെ ചുമ ഇതുവരെ പൂർണ്ണമായിട്ട് വിട്ട് മാറിയിട്ടേ ഇല്ല. ഭയങ്കര പ്രശ്നമാണ് ചുമ. എൻ്റെ അമ്മേ, ചില സമയത്ത് ഇത് ചുമച്ചോടെ കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ്. അപ്പം ഇപ്പോഴത്തെ പനി ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പനി കുഴപ്പമില്ല. എനിക്ക് പനി വന്നിട്ട് സത്യം പറഞ്ഞ രസമായിരുന്നു. എനിക്ക് പനി വന്നിട്ട് ഞാൻ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോയപ്പോഴാണ് എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബാക്ക് പെയിൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കാറിൽ കയറിയിട്ടൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാറിലിങ്ങനെ ഞാനിങ്ങനെ ഞെരിവരി കൊള്ളുമായിരുന്നു. വീട്ടിൽ വന്ന് കിടന്നിട്ടാണ് ഞാൻ നോക്കിയത്. മരുന്ന് ഈ പാരസെറ്റമോളും മറ്റും കഴിക്കുമ്പോൾ പനി സ്ട്രോങ് കുറയുന്നല്ലാതെ പനി വിടുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ സെബേനയും കൊണ്ടുപോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പനിച്ച് തുള്ളിയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ക്ഷീണം മാറുന്ന തന്നെ കുറേ ദിവസം എടുത്തു. പക്ഷേ ഈ ചുമ അതങ്ങോട്ട് മാറണില്ല. കഫക്കെട്ടില്ലേ, അതും ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും എല്ലാ ദിവസവും ഞാൻ മിക്കവാറും ആവി പിടിക്കാറുണ്ട്, മാറ്റുകയാണ് ചെയ്യുന്നുണ്ട്. കഫ് സിറപ്പ് പോകുന്നതിന് പുറം പിടിച്ചു, അതിടയ്ക്ക് കഴിയും. ഇതൊന്നും കുറയുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഈ ചുമയിൽ ഒതുങ്ങുമ്പോഴാണ് പലപ്പോഴും വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് പകൽ സെബൻ അന്നേരം കണ്ടതാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്, ഞാൻ കുറേ നേരം മുകളിലൊക്കെ വന്ന് നോക്കി, പിന്നെ കണ്ടില്ല. ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നു. ചുമ്മാ അവിടെ എവിടെ പോയി കിടക്കുമായിരുന്നു. ഈ കിടപ്പ് തന്നെ കിടപ്പാണ്. നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നിരിക്കുന്നു. ഇപ്പോൾ അതവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഈ ഇങ്ങനെ പുതപ്പിനടി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. ഞാൻ പുതപ്പിച്ച് കൊടുത്താൽ എന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇല്ല ശബാ, അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോവാവേ. കിടന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.